നമ്മുടെ ഇന്ന് നിന്റെ മൊയ്തീനും അതിലെ പാട്ടുകളൊക്കെ ഒരു ഗംഭീര ഐറ്റം തന്നെയാണല്ലേ. ആ പാട്ടുകളുടെ പ്ലേസിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനെപ്പറ്റിയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആ പാട്ടുകൾ അത്രമാത്രം ആസ്വദിച്ചു കേട്ട ശേഷം ആ പടം കാണാൻ ചെന്നിരുന്നാലും ശരി, ആദ്യമായിട്ട് ആ പാട്ടുകൾ കേൾക്കുന്നത് ആ പടം കാണുമ്പോഴായാലും ശരി, നമ്മൾ ആ പാട്ടുകൾ ആ പടത്തിൽ കൂടെ കാണുമ്പോൾ അതുവരെ കിട്ടാത്തൊരു പ്രത്യേക ഫീൽ ആ പാട്ടുകൾക്കുള്ളതായിട്ട് തോന്നും. ആ പാട്ടുകൾ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിന്റെ മെയിൻ റീസൺ ആ പാട്ടുകളും അതിന്റെ പിക്ചറൈസേഷനും അത്ര അടിപൊളിയാണ് എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ ആ സിനിമ കാണുമ്പോൾ ആ ഗാനരംഗങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതിൽ നല്ല പാട്ടുകൾക്കും നല്ല പിക്ചറൈസേഷനും പുറമെ മറ്റൊരു റീസൺ കൂടിയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. കണ്ണോണ്ട് ചൊല്ലണേ എന്ന റൊമാൻറ്റിക് പാട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുൻപേ വരുന്ന ബസ്സിലെ റൊമാൻറ്റിക് സീൻ മുതൽ BGM ആയിട്ട് കണ്ണോണ്ട് ചൊല്ലണേ എന്ന പാട്ടിന്റെ ട്യൂണാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ മുതൽ ആ റൊമാൻറ്റിക് മൂഡിലേക്ക് നമ്മളെ കയറ്റി കുറച്ച് കഴിഞ്ഞാണ് ആ പടത്തിൽ ആ പാട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് ആ സിനിമയിൽ കൂടി അല്ലാതെ ആ പാട്ട് മാത്രമായിട്ട് കേട്ടാൽ കിട്ടാത്തൊരു ഫീലാണ്. ശേഷം കാത്തിരുന്നു എന്ന പാട്ടിന് മുമ്പും ഇതുപോലെയാണ്. അമ്മയോട് തന്റെ ദൃഢനിശ്ചയം പറയുന്ന കാഞ്ചനമാലയുടെ ഇമോഷണൽ രംഗത്തിൽ കാത്തിരുന്നു എന്ന പാട്ടിന്റെ ഈണം BGM ആയി പ്ലേസ് ചെയ്ത് ആ മൂഡ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ആ സീൻ തീരുമ്പോൾ അവിടെ കാത്തിരുന്നു എന്ന പാട്ട് കേൾക്കാൻ നമുക്ക് പറ്റുന്നത്. പിന്നെ തുടക്കം മുതൽ ഇടയ്ക്ക് വരുന്ന ഒരു അടിപൊളി സൂഫി BGM ഉണ്ടല്ലോ പടത്തിൽ. ആ BGM അവരുടെ കാത്തിരിപ്പ് വർഷങ്ങൾ കഴിഞ്ഞു എന്ന് കാണിക്കുന്ന രംഗത്തിൽ ഒന്നുകൂടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ രംഗം തീരുമ്പോൾ ആ സൂഫി BGM വെച്ചുണ്ടാക്കിയ മുക്കത്തെ പെണ്ണെ എന്ന പാട്ടങ്ങ് പ്ലേസ് ചെയ്യും പടത്തിൽ. ഒരു ഒന്നൊന്നര ഫീലാണത്. ഈ പാട്ടുകളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഈ പാട്ടുകളുടെ ഈണം തന്നെ BGM ആയി പ്ലേസ് ചെയ്ത് ആ ആംബിയൻസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നതിന് പകരം വേറെ ഏതെങ്കിലും BGM പ്ലേസ് ചെയ്തിരുന്നതിലും പാട്ടുകളെല്ലാം സക്സസ് ആകുമായിരുന്നു. എങ്കിലും ഇത്രത്തോളം ഫീൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത ആദ്യ സിനിമയൊന്നും അല്ല ഇത്. പക്ഷേ ഈ രീതിയിൽ 3 പാട്ടുകൾ ഇതിൽ ഉള്ളത് കൊണ്ട് എക്സാമ്പിളായി ഈ പടം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ഈ പടത്തിന് പിന്നിൽ 3 സംഗീത സംവിധായകർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എല്ലാ പാട്ടുകളും ഗോപി സുന്ദർ ചെയ്തിരുന്നതിൽ ജയചന്ദ്രന്റെ കാത്തിരുന്നു എന്ന പാട്ടിന് പകരവും രമേശ് നാരായണന്റെ ശാരദാംബരം എന്ന പാട്ടിന് പകരവും വേറെ നല്ല പാട്ടുകൾ ഉണ്ടാകുമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഉള്ള ആ 2 പാട്ടുകളുടെ ലെവലിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ എല്ലാ പാട്ടുകളും ജയചന്ദ്രനോ രമേശ് നാരായണോ ചെയ്തിരുന്നുവെങ്കിൽ നല്ല പാട്ടുകൾ തന്നെ ഉണ്ടാകുമായിരുന്നുവെങ്കിലും ഗോപി അണ്ണന്റെ മുക്കത്തെ പെണ്ണെ പോലൊരു കിടിലൻ സാധനം നമുക്ക് കിട്ടുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം?